ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട മാക്രോണി എഗ് മസാലയാണ്. ഇന്ന് നമ്മൾ ആദ്യം ഒരു കപ്പ് മാക്രോണി എടുത്തിട്ട് വേവിച്ച് വെക്കണം. കാരണം ഞാൻ ആ വീഡിയോ അതിൽ ഇട്ടിട്ടില്ല, അല്ല എനിക്ക് കൂടും വിചാരിച്ചിട്ട്. മാക്രോണി കുറച്ച് ഉപ്പും ഓയിലും ഇട്ടിട്ട് നല്ല വെള്ളത്തിൽ വേവിച്ചെടുക്കുക. ഒരു കപ്പ് മാക്രോണി, ഒരു ചെറിയ കഷ്ണം ഉള്ളി, ചെറിയ കഷ്ണം തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ക്യാപ്സിക്കം, കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും, 3 മുട്ട. ആദ്യം മുട്ട നമുക്ക് പൊരിച്ചെടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് ഒന്ന് കോഴിമുട്ട നമുക്ക് പൊരിച്ചെടുക്കാം. ഉപ്പേരി പരുവത്തിലാക്കി ആദ്യം പാന് വെച്ചിട്ടുണ്ട്. ഇത് ബട്ടറിലും കുറച്ച് ഓയിലും ചേർത്തിട്ടുണ്ട്. ബട്ടർ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് കോഴിമുട്ട ഒഴിച്ച് നല്ല രീതിയിൽ ഉപ്പേരി പോലെ. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കാരണം മാക്രോണി ഇപ്പം എല്ലാ കുട്ടികൾക്കും വലിയ ഇഷ്ടമാണ്. നമ്മൾ പാസ്ത ഒക്കെ ഉണ്ടാക്കണം. നല്ല രീതിയിലൊന്ന് ഇളക്കി പൊരിച്ചെടുക്കാം. സ്പൈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതായിട്ടുണ്ട്. നമുക്ക് ഇനി മാറ്റി വയ്ക്കാം, പാത്രത്തിലേക്ക് മാറ്റി. ഇനി ആ പാനിൽ തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാം. ബട്ടർ തന്നെ ആഡ് ചെയ്യാം. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി പച്ചമുളകൊക്കെയാണ് ആദ്യം ആഡ് ചെയ്യുന്നത്. ചെറുതാക്കി അരിഞ്ഞാൽ നല്ല പൊടിയാക്കി അരിഞ്ഞെടുത്താൽ മതി. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് തന്നെ. പച്ചമുളക് ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഉള്ളി ചെറിയ കഷ്ണം മതി, പകുതി മതി. അത് നല്ല ചെറുതാക്കി അരിഞ്ഞത്. കുറച്ച് കൊടുക്കട്ടോ. വെജിറ്റബിൾസ് ഒന്നും അധികം ഓവർ കുക്കാവട്ടെ. ഇതിലിനി നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കട്ടോ. ഞാനിപ്പോൾ എടുത്തത് ഇത്രയേ ഉള്ളൂ, ഈ വെജിറ്റബിൾ മാത്രം. തക്കാളി ചെറിയ കഷ്ണം തന്നെ നമ്മൾ മാക്രോണി വേവിക്കുമ്പോൾ നമ്മൾ വേവിച്ചിട്ട് അത് ഊറ്റി വെക്കണം കേട്ടോ. മറ്റേ അതിൽ ആ വെള്ളത്തിൽ തന്നെ വെച്ചാൽ കട്ട പിടിക്കും. അത് ശ്രദ്ധിക്കണേ. പട്ടേൻ്റെ ചെറിയൊരു നല്ല ടേസ്റ്റ് കിട്ടും. നമ്മൾ ക്യാപ്സിക്കം അരിഞ്ഞ് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളിൻ്റെ വെള്ളം
പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് നിറത്തിന് വേണ്ടി മാത്രം. ഗരം മസാലേൻ്റെ പൊടി പട്ട നമ്മൾ ചേർക്കുന്നത് നമ്മൾ കുറച്ച് മതി, കാരണം നമ്മൾ മാക്രോണി വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ കോഴിമുട്ട നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കും. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് ഉപ്പ് ചേർക്കണം. പഞ്ചസാര കൂടി ചേർക്കും. ടേസ്റ്റ് കൂടാൻ വേണ്ടി വിനാഗിരി ചേർക്കും. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച മാക്രോണി ചേർക്കാം. ആവശ്യത്തിനനുസരിച്ച് ചേർക്കാൻ മതി. ഞാനിവിടെ 1 കപ്പ് മാക്രോണിയാണ് വേവിച്ചത്. ചേർത്തിട്ടുണ്ട്. മസാലത്തിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചേർക്കണം. നല്ലൊന്ന് ഇളക്കി കട്ടുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു. ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാൻ കഴിയും. അപ്പോൾ നല്ല മസാല മിക്സ് ആവും. നല്ല ഫ്ലെയിം ഒന്ന് നല്ല കുറയ്ക്കുക. നമുക്കിതൊന്ന് അടച്ച് വെക്കുക. ഒരു 3 മിനിറ്റ് അടച്ച് വെള്ളം നമ്മൾ ചേർത്തിട്ടില്ലേ, പക്ഷേ തക്കാളീൻ്റെ ആ വെള്ളം ഉണ്ട്. വിനാഗിരി കുറച്ച് ചേർത്തിട്ടുണ്ട്.
നല്ല രീതിയിൽ ഇളക്കിയിട്ട് നല്ല മിക്സ് ആക്കാനുള്ള പണി കൂടിയുള്ളൂ. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിച്ചപ്പും കറിവേപ്പിലയും അതിലേക്ക് നമ്മൾ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല, എരിവുള്ള മുളകൊന്നും. അപ്പം അതിന് നമ്മൾ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അളവ് കൂട്ടാം കേട്ടോ, കുറച്ച് ചേർത്ത്. പിന്നെ ഒന്നും കൂടെ ഒന്ന് ഇളക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്, നമ്മുടെ മാക്രോണി എഗ് മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നല്ല സ്പൈസി ആയിട്ടുള്ള മാക്രോണി എഗ് മസാല. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുക, ഷെയറും ചെയ്യണം, കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക.